പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. സദൃശ്യവാക്യം 26 അധ്യായം 2 വാക്യം. കുരുകിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. ഹല്ലേലൂയ. കാരണം കൂടാതെ ഒരു ശാപവും നമ്മെ തൊടുകയില്ല. വേദപുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ന്യായപ്രമാണത്തിൻ്റെ സകല ശാപത്തിൽ നിന്ന് ക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങി. അവൻ നമ്മുടെ ശാപമായി തീർന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടതെന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ അവൻ തൂങ്ങി മരിച്ചപ്പോൾ നമ്മുടെ സകല ശാപത്തെയും അവൻ്റെ ഹല്ലേലൂയ ശരീരത്തിൽ അവൻ വഹിച്ചു. ഇനി ഒരു ശാപവും നമ്മെ ഏൽക്കാത്തവണ്ണം, ഒരു ശാപവും നമ്മെ തൊടാത്തവണ്ണം അവൻ നമ്മുടെ ശാപമായി തീർന്നു. സകല ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് ഇതാ വെളിപ്പാട് പുസ്തകത്തിലും ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഇനി ശാപം ഇല്ല. ഒരു ശാപവും ഒരു ദൈവ പൈതലിനെ തൊടുകയില്ല. ഏത് മനുഷ്യനും ശപിക്കാൻ വന്നാലും ശാപത്തിൻ്റെ ഒരു തന്ത്രവും നമ്മുടെ മേൽ വരികയില്ല. എന്നാൽ ഇതാ സദൃശ്യവാക്യക്കാരൻ ഇന്ന് പകൽക്കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: അല്ലെങ്കിൽ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. അതിൻ്റെ അർത്ഥം എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടെങ്കിൽ ശാപം വരാം. പ്രിയരെ, ശാപം നാം വിളിച്ചു വരുത്തരുത്. ശാപം വരുവാൻ സാധ്യതകളുണ്ട്. കുരുകിൽ പാറിപ്പോകുന്നത് പോലെ, മീവൽ പക്ഷി പറന്നു പോകുന്നത് പോലെ ഹല്ലേലൂയ എല്ലാ ശാപവും പറന്നു പോകും, എല്ലാ ശാപവും മാറിപ്പോകും. എന്നാൽ നാം അതിന് ഒരു ഇടം കൊടുത്താൽ, അതിനൊരു ചാൻസ് കൊടുത്താൽ അത് ജീവിതത്തിൽ വരാൻ ഉള്ള സാധ്യതകളുണ്ട്. നാം എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, ഹല്ലേലൂയ ശാപത്തിൻ്റെ വാക്കുകൾ നാം പറയരുത്. 1 പത്രോസ് 3 അധ്യായം 9 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് നാം വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നാം അനുഗ്രഹിക്കുന്നവരായിരിക്കണം. നാം ദോഷത്തിന് പകരം ദോഷം ചെയ്യരുത്. ശാപത്തിൻ്റെ വാക്കുകൾ പറയാതെ നാം അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുന്നവരായിരിക്കണം. കാരണം നമ്മെ വിളിച്ചത് അനുഗ്രഹം അനുഭവിക്കാനാ, അനുഗ്രഹം ആയിരിക്കാനാ. അങ്ങനെയെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് ഹല്ലേലൂയ നമ്മുടെ അനുഗ്രഹത്തെയോ നമ്മുടെ ശാപത്തെയോ വിളിച്ചു വരുത്തും. ഹല്ലേലൂയ. നാം വേദപുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുന്നു: അനുഗ്രഹവും ശാപവും നമ്മുടെ നാവിൻ്റെ അധികാരത്തിലായിരിക്കുന്നത്. നാം വാ കൊണ്ട് അനുഗ്രഹമാണോ സംസാരിക്കുന്നത്? നാം വാ കൊണ്ട് ശാപമാണോ സംസാരിക്കുന്നത്? ശാപത്തിൻ്റെ വാക്കുകൾ വിളിച്ചു പറഞ്ഞാൽ ശാപം വരാൻ സാധ്യതയുണ്ട്. ശാപത്തെ നാം വിളിച്ചു വരുത്തരുത്. നമ്മുടെ വാ കൊണ്ട് ദുഷിക്കുന്ന ശാപത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് അല്ലെങ്കിൽ ദൈവ കോപത്തിന് നാം ഇടം കൊടുക്കരുത്. ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം ശാപത്തിൻ്റെ വാക്ക്. നമ്മുടെ വാക്കുകൾ അല്ലെങ്കിൽ അനുഗ്രഹിക്കുന്ന നന്മയുടെ നല്ല വാക്കുകളായി തീരട്ടെ. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടി ഉള്ളത്. ഒരു ദൈവ പൈതലിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് ഉപ്പിനാൽ രുചി വരുത്തിയ, കേൾക്കുന്നവർക്ക് ആത്മീക വർധന വരുത്തുന്ന നല്ല വാക്കുകളായി തീരട്ടെ. കർത്താവിൻ്റെ വചനമായി തീരട്ടെ. നാം മറ്റുള്ളവരെ ശപിക്കാതെ, മറ്റുള്ളവരെ ഹല്ലേലൂയ ബലപ്പെടുത്തുന്ന, താങ്ങുന്ന, അനുഗ്രഹിക്കുന്ന നല്ല വാക്കുകൾ വായിൽ നിന്ന് പുറപ്പെടാം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ശാപത്തിൻ്റെ വസ്തുക്കളെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരരുത്. ശാപത്തിന് കാരണമായ ഒന്നും നിങ്ങളുടെ വീട്ടിനകത്തേക്ക് നിങ്ങൾ കൊണ്ടുവരരുത്. ശാപം വിളിച്ചു വരുത്തുന്ന പല വസ്തുക്കളുണ്ട്. അത് നിങ്ങളുടെ വീട്ടിനകത്തുണ്ടോ, നിശ്ചയമായി ശാപം വരും. വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത് എന്ന് അരുളി ചെയ്തവൻ്റെ വാക്ക് നാം അനുസരിക്കാതെ വിഗ്രഹങ്ങളെ നിങ്ങളുടെ വീട്ടിനകത്ത് കൊണ്ടുവച്ചോ, അത് ശാപത്തിൻ്റെ കാരണമായി തീരും. ഒരു പക്ഷേ നാം ഒരു വസ്തു കൊണ്ടുവെക്കുമ്പോൾ നാം പറയും ഇതൊരു അലങ്കാരമാണ്, ഇത് കാണാൻ നല്ല രസമാണ്. എന്നാൽ നമുക്ക് മാത്രമല്ല, ആ വസ്തുവിനെ മറ്റു ചിലർ നമ്മുടെ വീട്ടിൽ വരുന്നവർ കാണുമ്പോൾ അവർ വിചാരിക്കും ഇതൊരു വിഗ്രഹമാണ്, ഇതൊരു ആരാധനാ വസ്തുവാണ്. നാം എന്തിനാ മറ്റുള്ളവരെ ശാപത്തിലേക്ക് വഴിതിരിക്കുന്നത്? അത് നമുക്കും ശാപമായി തരും. ശാപത്തിൻ്റെ വസ്തുക്കൾ, ശാപത്തിൻ്റെ ഹല്ലേലൂയ പലതും, പിശാചിന് അവകാശം പറയാൻ പറ്റിയ പലതും ഈ ലോകത്തിൽ നമുക്ക് ലഭ്യമാണ്. അത് വാങ്ങിച്ച് നമ്മുടെ വീട്ടിനകത്ത് വെക്കുമ്പോൾ നാം ശാപത്തെ ഹല്ലേലൂയ നമ്മുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുക. ഇന്ന് പകൽക്കാലം ശാപത്തിന്
ഇടം കൊടുക്കുന്ന, ശാപത്തെ വിളിച്ചു വരുത്തുന്ന വസ്തുക്കളെ നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരരുത്. പിശാചിന് അവകാശം പറയാൻ ഒന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടാകരുത്. നിങ്ങൾക്കറിയാമല്ലോ, ഗൃഹബിംബവും മോഷ്ടിച്ചുകൊണ്ട് റാഹേൽ പോയി. റാഹേൽ എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. എന്താ സംഭവിച്ചത്? വഴിയാത്രയിൽ അവൾ പട്ടുപോയി. പ്രിയരെ, നാം പലതും മറച്ചു വെക്കും. മനുഷ്യർ കാണാതെ, കൂട്ടുകാർ കാണാതെ, കുടുംബക്കാർ കാണാതെ ചില ശാപത്തിൻ്റെ വസ്തുക്കളെ നാം മറച്ചു വെക്കുമ്പോൾ അത് നമുക്കൊരു കെണിയായിത്തീരും. ഇന്ന് പകൽക്കാലം ശാപത്തിന് ഇടമുള്ള എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ? നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പണമായിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന വസ്തുക്കളായിക്കോട്ടെ, നിങ്ങളുടെ കലണ്ടർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന അലങ്കാര വസ്തുക്കളായിക്കോട്ടെ, ചില സാധനങ്ങൾ വാങ്ങിക്കുന്ന ചില ബോട്ടിലുകളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ശാപത്തിന് ഇടം കൊടുക്കുന്ന ഒന്നും നിങ്ങളുടെ വീട്ടിനകത്ത് വെക്കരുത്. ഇതാ മൂന്നാമതായി ഒരു കാര്യം കൂടെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. ശാപത്തിന് ഇടം കൊടുക്കുന്ന വ്യവഹാരത്തിൽ ഇടപെടരുത്. ചില വർത്തമാനങ്ങളിൽ, ചില ഇടപാടുകളിൽ നിങ്ങൾ പോയി കൂട്ടുകാരായി തീരരുത്. നിങ്ങൾ കാഴ്ചക്കാരായി ഇരിക്കരുത്. നിങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ശാപത്തിൻ്റെ ഇടം നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരും. വേദപുസ്തകം പറയുന്നത് പോലെ പിശാച് അത് കണ്ട് അകത്തേക്ക് കയറാൻ നോക്കി നിൽക്കുക. പാപം നിങ്ങളുടെ വാതുക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്ങളേക്കാണ് എന്ന് വേദപുസ്തകം പറയുന്ന പോലെ ശാപത്തിൻ്റെ ആത്മാവ്, ശപിക്കുന്ന, മുടിക്കുന്ന, നശിപ്പിക്കുന്ന ആത്മാവ് എപ്പോഴും നിങ്ങളുടെ അകത്തേക്ക് കയറുവാൻ ഒരു അവസരം നോക്കിയിരിക്കുക. നിങ്ങളുടെ വ്യവഹാരത്തിന്, നിങ്ങൾ പോയി ഇരിക്കുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ ശാപത്തെ വിളിച്ചു വരുത്തും. നിങ്ങൾക്കറിയാമല്ലോ, ലോത്ത് കൂടാരം മാറ്റി 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 അടിച്ച് സോതോമിൻ്റെ നടുവിൽ പോയിരുന്നു. സോതോമിൽ പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, തകർച്ചയുടെ ഒരു സ്ഥലമാണ്. അതിൻ്റെ നടുവിൽ ഒരു ദൈവ പൈതൽ പോയി ഇരിക്കരുത്. നിങ്ങൾ പോയിരിക്കുന്ന വ്യവഹാരത്തിൽ, നിങ്ങൾ പോയിരിക്കുന്ന സംസാരത്തിൽ, കൂട്ടുകെട്ടുകളുടെ നടുവിൽ ശാപത്തിൻ്റെ സാധ്യതയുണ്ടോ? അതിൽ നിന്ന് മാറി നിന്നാട്ട്. ഇന്ന് പകൽക്കാലവും നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവൻ നിശ്ചയമായി നമ്മെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. ആ കർത്താവ് ഇന്നും വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ.